സോ കുറേ നാളായില്ലേ ഒരു ഡേ ഇൻ മൈ ലൈഫ് ഒക്കെ ചെയ്തിട്ട്. അപ്പോൾ ഞാനൊരു ഡേ ഇൻ മൈ ലൈഫ് ചെയ്യാമെന്ന് വെച്ചു. ഇന്ന് നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് സേമിയ ആയിരുന്നു. വായ വയ്ക്കാൻ കൊള്ളില്ലായിരുന്നു, അതുകൊണ്ട് ഞാൻ അങ്ങനെ തന്നെ ബാക്കി വെച്ചു. പൊതുവേ ഞാൻ സേമിയ കഴിക്കാറില്ല. ഒരു പരീക്ഷണാടിസ്ഥാനത്തിൽ ഇന്ന് കഴിച്ചു നോക്കിയതാണ്. പക്ഷേ വായ വയ്ക്കാൻ കൊള്ളില്ല, എനിക്കിഷ്ടമായില്ല. അപ്പോൾ ഇനിയൊന്നും ഞാൻ ബ്രെഡ് തന്നെയായിരിക്കും കഴിക്കുക എന്ന് മനസ്സിലുറപ്പിച്ചു. ഫുഡ് കഴിക്കാത്തോണ്ട് തന്നെ ഇനിയും ക്ലാസ്സിൽ പോകാൻ ഒരുപാട് സമയം ഉണ്ടായിരുന്നു. ക്ലാസ്സിലാണെങ്കിൽ ഇന്ന് ഫുള്ള് ലാപ്പിലുള്ള വർക്കുകളായിരുന്നു. പിന്നെ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് സാറ് പറയണം ഓരോന്നും ഇങ്ങനെ നോക്കി ചെയ്തു. ഇനിയാണ് നമ്മൾ ഏറ്റവും കൂടുതൽ വെയിറ്റ് ചെയ്തിരിക്കുന്ന സംഭവം അറ്റൻഡൻസ് എടുക്കുക. അതിന് വേണ്ടിയാണ് നമ്മൾ ക്ലാസ്സിൽ പോകുന്നത്. പിന്നെ ഞാൻ ക്യാൻറ്റീനിൽ പോയിട്ട് ഒരു പനീർ ദോശ കഴിച്ചു. കാരണം നമ്മുടെ സേമിയ ബ്രേക്ക്ഫാസ്റ്റ് കൊളായല്ലോ, അതുകൊണ്ട് ബ്രഞ്ച് എന്ന നിലപാടിൽ ഞാൻ ഉച്ചയ്ക്ക് പോയി ബ്രേക്ക്ഫാസ്റ്റ് ലഞ്ച് ആക്കി കഴിച്ചതാണ്. പിന്നെ ഞാൻ ഹോസ്റ്റലിലേക്ക് തിരിച്ചു പോയി. പിന്നെ അവിടെ കിടന്ന് ഉറങ്ങി. ക്ലാസ്സിൽ അറ്റൻഡൻസ് എടുത്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ഞാൻ ഇങ്ങനെ ഓരോ കൂക്കിരികൾ കാണിച്ചിരിക്കാറുണ്ട്. കാരണം എൻ്റെ ലെറ്റർ ആയതുകൊണ്ട് തന്നെ ഒരുപാട് സമയം എടുക്കും മിസ് അറ്റൻഡൻസ് എടുക്കാൻ. അതിൻ്റെ ഇടയിൽ മിസ് കുറേ ഡയലോഗ് അടിച്ചവിടെ നിൽക്കും ചെയ്യും. വെറുതെ അറ്റൻഡൻസ് എടുത്തിട്ട് വീട്ടിൽ പോയി മിസ്സിന്. പിന്നെ ഞാൻ ബ്രൂ കഫേയിൽ പോയി ഒരു ചോക്ലേറ്റ് തന്നു. ഉച്ചയ്ക്ക് അവർ കഴിഞ്ഞാൽ എന്താണെന്നറിയില്ല, ഒരു മധുരം കഴിക്കാൻ തോന്നും. പിന്നെ ഞങ്ങൾക്ക് CRL എന്ന് പറഞ്ഞിട്ടൊരു സംഭവമുണ്ട്, കരിയർ റെഡിനെസ് ലാബ്. അപ്പോൾ പ്ലേസ്മെന്റിനൊക്കെ നമ്മൾ പ്രിപ്പയർ ആക്കുന്ന ഒരു സബ്ജക്റ്റാണ്. അപ്പോൾ അതിന് മുന്നാടിയായിട്ട് നമ്മളിവിടെ 2 സർട്ടിഫിക്കേഷൻ കോഴ്സ് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതിൻ്റെ സബ്മിഷനൊക്കെ നടക്കായിരുന്നു. ഡിന്നറിന് നിന്ന് മുട്ടക്കറിയും ചോറാണ് ഞാൻ കഴിക്കേണ്ടായിരുന്നത്. പക്ഷേ ചോറ് വലിയ സുഖം ഉണ്ടായില്ല, എന്തോ ഭയങ്കര കട്ടിയായിരുന്നു. പക്ഷേ മുട്ടക്കറി എനിക്ക് ഭയങ്കര ഇഷ്ടമായതുകൊണ്ട് ഞാൻ ചോറ് നന്നായിട്ട് ഉണ്ണാറുണ്ട്. പിന്നെ നമ്മൾ ക്യാൻറ്റീനിൽ പോയി ഇവളൊരു ചായ പറഞ്ഞു, ഞാനൊരു ഐസ്ക്രീമും പറഞ്ഞു. കാര്യം കുറേ ഐസ്ക്രീം അതിൻ്റെ അകത്തിരിക്കുന്നുണ്ടെങ്കിലും ഞാൻ എപ്പോഴും ഒരു 10 രൂപയുടെ ചോക്കോബാറാണ് ഇരുന്ന് കഴിക്കാറ്. എനിക്കതൊക്കെ ധാരാളം. ഐസ്ക്രീം കഴിച്ച് വൃത്തിയാണെന്നതിന് ശേഷം ഞാൻ ആ കോലും പിടിച്ചിരിക്കുന്നു ഗൈസ്. ഇനി ഞാൻ കിടന്നുറങ്ങാൻ പോണ്. ഗുഡ് നൈറ്റ്.